ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ആദ്യമായിട്ട് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ കയറിയൊരു അനുഭവമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ മംഗലാപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നാണ് കയറിയത്. അപ്പോൾ ടൈമിംഗ് വന്നിട്ട് രാവിലെ 6:25 സമയം നേരമൊക്കെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ നേരത്തെ തന്നെ സ്റ്റേഷനിൽ എത്തിയായിരുന്നു കേട്ടോ. ട്രെയിന് കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ ട്രെയിനിൻ്റെ ഉള്ളിലോട്ട് കയറി ഉടനെ തന്നെ സീറ്റൊക്കെ എവിടെയാണെന്നൊക്കെയാണ് നോക്കിയത് കേട്ടോ. വിൻഡോ സീറ്റാണോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനിലായിരുന്നു മോള്. അപ്പോൾ കിട്ടിയത് വിൻഡോ സീറ്റായിരുന്നു കേട്ടോ. പിന്നെ ഓരോ സ്റ്റേഷനിൽ നിർത്തി ആളുകൾ കയറുമ്പോഴും അവിടെ നിന്ന് കയറിയവരെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള മെസ്സേജൊക്കെ സ്ക്രീനിൽ കാണിക്കുമായിരുന്നേ. പിന്നെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നേ ട്രെയിൻ വന്നിട്ട്. ഇപ്പോൾ വിൻഡോ സീറ്റ് ആയതുകൊണ്ട് തന്നെ മോൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൾ വിൻഡോ സീറ്റിന് പേടിച്ചിരുന്നു. പിന്നെ കയറിയ ഉടനെ തന്നെ എല്ലാവർക്കും ഓരോ ന്യൂസ് പേപ്പറും ഒരു ബോട്ടിൽ വെള്ളമൊക്കെ കൊണ്ടുതരുന്നുണ്ടായിരുന്നേ. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ടീയുടെ ടൈമായെന്ന് തോന്നുന്നു. അപ്പോൾ അവർ ഇൻസ്റ്റൻറ്റ് ടീ മിക്സും ഹോട്ട് വാട്ടറും ഒക്കെ കൊണ്ടുവന്നു. അപ്പോൾ പാക്കറ്റ് പൊട്ടിച്ച് നമ്മൾ തന്നെ അതിന് മിക്സ് ചെയ്ത് ടീ മേക്ക് ചെയ്ത് കുടിക്കുക കേട്ടോ. അത് ഒരു മസാല ടീയുടെ പാക്കറ്റായിരുന്നേ. നല്ല ടേസ്റ്റായിരുന്നു. മസാല ടീയുടെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ടീയൊക്കെ കുടിച്ച് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം വെയിലില്ലായിരുന്നു. അതുകൊണ്ട് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നേ. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആ ചായയെല്ലാം കുടിച്ചു. കുറേ നേരം ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും മോൾക്ക് ബോറടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളെ കൂടെ വന്നവരൊക്കെ എവിടെയായിരിക്കുന്നതെന്നൊക്കെ നോക്കാനായിട്ട് പോയി. എല്ലാവർക്കും ഒരുമിച്ച് സീറ്റ് കിട്ടിയില്ല കേട്ടോ. പലരും പലയിടത്താണ് ഇരുന്നത്. അപ്പോൾ ഞങ്ങൾ അവർക്ക് എവിടെയാണെന്നൊക്കെ ഒന്ന് നോക്കാൻ പോയി. മോളുടെ അച്ഛനും അനിയനും അതുപോലെ തന്നെ ഒരു മാമിയും ഒക്കെ അടുത്തടുത്തുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം നിന്നു. അവരെയൊക്കെ കണ്ടതിന് ശേഷം തൊട്ടടുത്ത് തന്നെ ആയിരുന്നു. അവരെയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ച് ഞങ്ങളെ സീറ്റിൽ പോയിരുന്നു. പിന്നെ ഓരോ സ്റ്റേഷനിൽ എത്തുമ്പോഴും ഏത് സ്റ്റേഷനിലാണ് നെക്സ്റ്റ് ട്രെയിൻ നിർത്താൻ പോകുന്നതെന്നൊക്കെ ഉള്ളതും ആ സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഒരു 7-7:30 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പ്രിഫർ ചെയ്തത് നോൺ വെജാണ്. അപ്പോൾ ഇടിയപ്പവും മുട്ടക്കറിയും അതിൻ്റെ കൂടെ ഒരു കേക്കും പിന്നെ ഒരു ചെറിയ ഉഴുന്നുവടയൊക്കെ ആയിരുന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. ടേസ്റ്റും വലിയ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ കേരള ഫുഡ് തന്നെയാണ് പ്രിഫർ ചെയ്തത്. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്തൊരു ലുക്കെന്ന് പറയുന്നത് ഭയങ്കര പ്രീമിയം ലുക്കാണ്. നമുക്കൊരു ഫ്ലൈറ്റിലിരിക്കുന്ന ഒരു ചെറിയ ഫീലൊക്കെ തോന്നും ഇതിനകത്തിരിക്കുമ്പോൾ. ട്രെയിൻ പോകുന്ന ഒരു ശബ്ദം പോലും നമ്മൾ കേൾക്കില്ല കേട്ടോ. അത്രയ്ക്ക് സൂപ്പറായിരുന്നു. ഞങ്ങളിതിൽ കയറുന്ന ആദ്യമായിട്ടായതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ഇത്രയും ഒരു ഫീൽ തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കയറിയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, വേറൊന്നും തോന്നരുത്. പിന്നെ നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ അതിമനോഹരമായിരുന്നു കേട്ടോ. പുറത്ത് നല്ല പച്ചപ്പും പാടങ്ങളും. ഇതൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളാണെന്നൊന്നും കറക്റ്റ് അറിയത്തില്ല. പക്ഷേ പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നല്ല ബോറടിയായിരുന്നു. വേറെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ഏകദേശം ഒരു 8-9 മണിക്കൂർ നീളുന്ന ഒരു യാത്രയാണ്. ഞങ്ങൾക്ക് എത്തേണ്ടത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ക്ലാസ്സിലൂടെ കാഴ്ചകളൊക്കെ കണ്ട് വിൻഡോസിലൂടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ എന്നിട്ടും ഒരു ബോറടി തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേക്കും വീണ്ടും എണീറ്റിരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കും. നല്ല ഭംഗിയില്ലേ ഇത് കാണാനായിട്ട്. ഇത് ഏത് സ്ഥലമാണെന്ന് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ഒരു റിവറിൻ്റെ നടുക്കൂടെ റോഡും അല്ലെ പാലവും അതിലൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ ട്രെയിൻ പോകുന്ന പാലമാണ്. നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. പാലത്തിൽ കൂടെ പോകുന്നതുകൊണ്ട് തന്നെ ഒരു മിതമായ സ്പീഡിലാണ് ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ റിവർ അവസാനിക്കുന്ന അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി കാണാം. നല്ല വൈബാണ് കേട്ടോ. പള്ളിയുടെ ഫ്രണ്ടിൽ റിവറും ഒക്കെ കാണാനായിട്ട്. ഉച്ചയായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ലഞ്ച് വന്നു. ഒരു 1:30 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ലഞ്ച് വന്നു. ലഞ്ച് നോൺ വെജ് ആയിരുന്നു. ബിരിയാണിയും ഒരു പൊട്ടറ്റോ മസാല, പിന്നെ ഒരു ഗ്രീൻ പീസ് മസാല, 2 പൊറോട്ട, തൈര്, ഇതൊക്കെ അടങ്ങുന്നതായിരുന്നേ നമ്മുടെ ലഞ്ചെന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീണ്ടും കാഴ്ചകളൊക്കെ കണ്ട് അതിനകത്ത് ഇങ്ങനെ ഇരുന്ന് കേട്ടോ. അപ്പോൾ ഇത് കൊല്ലം എത്തിയെന്ന് തോന്നുന്നു. മൺട്രോത്തുരുത്താണെന്നാണ് കണ്ടിട്ട് മനസ്സിലായത് കേട്ടോ. ആ ഒരു ഏരിയയൊക്കെ പോലെ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും പുറത്തെ കാഴ്ചകളൊക്കെ, വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ.
ട്രെയിന് ഏകദേശം 3 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ തിരുവനന്തപുരം സ്റ്റേഷനിൽ എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ നോക്കി സമയം ഇങ്ങനെ തള്ളി വിട്ടുകൊണ്ടേയിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്